എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ഓർഗാനിക് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അബിയു പരിചയപ്പെടുത്താനാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഇത് ജെയിൻ്റ് അബിയു ആണ് കേട്ടോ. അബിയു നമുക്ക് Z4ഉം ജെയിൻറ്റും ആണുള്ളത്. അപ്പോൾ സാധാരണ ഞാനാണ് റിവ്യൂ പറയണത്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഇവിടെ മൂവാറ്റുപുഴയിലെ ലിറ്റിൽ സ്റ്റാർസിൽ പെട്ട ഒരു 10 കുട്ടികളും അതിൽ ഗൈഡ് ചെയ്യുന്ന മേഡം, മിനി മേഡം, പിന്നെ കുറച്ച് ടീച്ചേഴ്സും അവരിന്ന് നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അബിയുവിനെ കുറിച്ച് അവരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അയ്യോ, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടുന്ന രീതിയിലേ. അടിപൊളി. മധുരമുണ്ടോ? മധുരമുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്. എല്ലാവർക്കും കഴിക്കാം. കാര്യം പ്രായം ഇപ്പം ഞാൻ ഇത്തിരി ഏജുള്ള ആളാണ്. അപ്പോൾ എനിക്കും നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു ഇതാ തോന്നണേ. കാരണം ഷുഗർ വരുമെന്ന് പേടിക്കണ്ട. പിന്നെ പാകത്തിന് മധുരം, നല്ല തണുപ്പ്. കുറച്ചും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എനിക്കതാണ് എന്നെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. കാരണം ആ ചെറിയ മധുരവും ഈ തണുപ്പും നമ്മുടെ ശരീരത്തിന് നല്ലൊരു കുളിർമ കിട്ടുന്നു. കാരണം ഇപ്പോൾ ഈ ഇത്രയും നമ്മളിങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ ഇതങ്ങ് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്. സൂപ്പറായിരിക്കും. അപ്പോൾ അബിയുവിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മേഡം പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഈ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. ഈ പ്ലാന്റ് കണ്ടോ, നമ്മുടെ പ്ലാന്റ് ഇങ്ങോട്ട് മൊത്തം ചാഞ്ഞ് കിടക്കുവാണ്. ഇത് കായയുടെ വെയിറ്റും കൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. നന്നായിട്ട് കായ പിടിക്കും അബിയു. പിന്നെ അത് ജെയിൻറ്റും കൂടി ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് ശരിക്കും നല്ല താങ്ങ് നന്നായിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ഈ പ്ലാന്റിൻ്റെ 4 മൂലയിലും ഓരോ ഇല്ലിക്കമ്പ് കുഴിച്ചിട്ടിട്ട് അതിന് താങ്ങ് കൊടുക്കുകയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് നന്നായിട്ട് വളഞ്ഞു വന്നത്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഒടിയും. അങ്ങനെ ഒടിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ട് എല്ലാ കമ്പും വലിച്ച് കെട്ടി ഉള്ളിൽ കോല് വെച്ച് നന്നായിട്ട് തട കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അബിയു നമ്മൾ കായ ആയി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറച്ച് നാളത്തേക്ക് ആ കമ്പിന് വെയിറ്റ് വന്ന് നല്ല ആകുന്നത് വരെ, ബലം വയ്ക്കുന്നത് വരെ നമ്മൾ അതിന് ഇതുപോലെ താങ്ങുകാല് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ചെയ്യണം. പിന്നെ അബിയു ഹാഫ് ഷെയ്ഡിൽ പ്ലാന്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കണ്ടോ ഇപ്പോൾ നമ്മുടെ ആ സൈഡ് ഫുള്ള് തേക്ക്, ആഞ്ഞിലി അതൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും നല്ല ചോലയാണ്. എന്നാലും ഇതിൽ നിറച്ച് കാച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അബിയു. നന്നായിട്ട് കായ പിടിക്കും. ഷെയ്ഡായാലും നന്നായിട്ട് കായ പിടിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.